ഇപ്പോഴും ഇത്തരം ആചാരങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന മനുഷ്യരുണ്ടെന്നതിൽ അവൾക്കപ്പോഴും അതിശയമായിരുന്നു. സർപ്പക്കാവിലെ ആചാരങ്ങൾ വലിയ ഉത്സവങ്ങളായാണ് ആ ഗ്രാമം ഏറ്റെടുക്കാറുള്ളതെന്ന് ശ്രീയുടെ ഉത്സാഹപരമായ വിവരണത്തിൽ നിന്നും ഐശ്വര്യ മനസ്സിലാക്കി. കോളേജിൽ നിന്നും 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോവാതെ തൻ്റെ കൂട്ടുകാരുടെ വീടും ഗ്രാമവും കാണാനായി യാത്ര തിരിച്ച ഐശ്വര്യക്ക് ഇതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. ശിവകാവിൻ്റെ വിശേഷണങ്ങളിൽ മുഴുകി 2 പേരും വീടെത്തിയതറിയാതെ അവർ ഇടവഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നു. ആ നടത്തം ചെന്നവസാനിച്ചത് രാഘവേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലാണ്. "എന്താ ശ്രീമോളെ, 2 ചായ എടുക്കട്ടെ? ഇതാരാ, കൂട്ടുകാരിയാണോ?" എന്ന ചോദ്യത്തിനു മുന്നിലാണ് ആ നടത്തം സ്തംഭിച്ചു പോയത്. അപ്പോഴാണ് അവർ സംസാരിച്ച് ഇവിടെ വരെ എത്തിയ കാര്യം അവർ ഓർത്തുപോയത്. "വേണ്ട മാമ, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. ഇതെൻ്റെ കോളേജിലെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. വീട്ടിലെത്തിയ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ ഐഷുവിനെ കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം.